ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് ഊണാണ്. മീൻകറിയൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ഊണും പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ കൊത്തവരക്കയുടെ ഒരു വറ്റൽ എന്ന് വെച്ചാൽ കൊണ്ടാട്ടം എന്ന് പറയും. അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പിന്നെ ഒരു കപ്പയുടെയും കൂടെ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ്, അതിന് ഭക്ഷണം മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. അപ്പം എപ്പോഴും നമ്മൾ വെജിറ്റേറിയൻ ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് ഊണൊക്കെ. അപ്പോൾ ഓർത്ത് മീൻകറി ഉണ്ടാക്കിയപ്പം എന്നാൽ പിന്നെ ഇന്ന് അതും കൂടെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പം സൺഡേയിലെ വ്ളോഗാണ്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇപ്പം രാവിലെയൊക്കെ സീരിയലൊക്കെ ആയിരുന്നു ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള പരിപാടിയാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പം ആദ്യം ഒന്ന് സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. രാവിലെ സൺഡേ ആയതുകൊണ്ട് തന്നെ ലേറ്റായി, അപ്പോൾ അതൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഇടയ്ക്ക് വിക്കിയൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ഇടയ്ക്ക് വന്നിരിക്കും. വിക്കിൻ്റെ സ്കൂളൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കായിപ്പോയി എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറ് വയ്ക്കുകയാണ്. നമ്മുടെ എന്നും വയ്ക്കുന്ന ആ പാത്രം അതിനകത്ത് മാവാണ് ആക്കി വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു പാത്രത്തിൽ വയ്ക്കുന്നത് കേട്ടോ. അപ്പം അടുത്തത് വിക്കി വന്നിട്ട് തണ്ണിമത്തൻ വേണമെന്ന് പറഞ്ഞ്, അപ്പം അത് ഉണ്ടായിരുന്നു കുറച്ച്, അപ്പോൾ അത് മുറിച്ച് കൊടുക്കുകയാണ് അവന് വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തണ്ണിമത്തൻ കൂടുതലായിട്ട് കിട്ടും. പിന്നെ തണുപ്പൊക്കെ ആകുമ്പോഴും പിന്നെ മറ്റേ മത്തങ്ങയുടെ സീസണാണ്. ഇനിയൊരു ഒക്ടോബർ എന്ന് പറയുമ്പോൾ മറ്റേ മഞ്ഞ മത്തങ്ങയില്ലേ, അപ്പോൾ അതിൻ്റെ സീസണാണ് ശരിക്കും ഇവിടെ. ഹാലോവീൻ അതൊക്കെ വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ വർഷത്തെ ഒന്നും നടക്കില്ലല്ലോ, ഒന്നും അത്ര ആഘോഷങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവന് തണ്ണിമത്തനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കലത്തേക്ക് ഒരു ഉപ്പേരി, വെണ്ടയ്ക്കൻ്റെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ഈ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വറ്റലെന്നാണ് ഞങ്ങൾ വീട്ടിൽ പറയാം ഇതിന്. അപ്പം കൊത്തവരക്കയുടെ വറ്റലുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത് അന്ന് ഓണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. പിന്നെ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വറ്റലാക്കി കഴിയുമ്പം നന്നായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ് ഞാനെല്ലാം. ഇതുപോലുള്ള വറ്റലൊക്കെ ഉണ്ടാക്കാറുണ്ടോ എല്ലാവരും? ഇത് പാലക്കാടൊക്കെ പൊതുവെ എല്ലാ പച്ചക്കറികൾ കൊണ്ടും വറ്റലുണ്ടാക്കും. വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കും, അതുപോലെ താമരയുടെ തണ്ടൊക്കെ കൊണ്ടിട്ടുള്ള വറ്റലൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പം കിട്ടാൻ വഴിയില്ല. അപ്പം ഇതിപ്പോൾ ഇത്രയും അവരക്കല്ല കൊത്തവരക്ക കിട്ടിയപ്പം എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ ഉപ്പും ഇട്ടിട്ട് കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും കറക്റ്റായിട്ടുള്ളൊരു വേവിന് വേവിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യമൊക്കെ തിളച്ച് കഴിയുമ്പോൾ തന്നെ അത് വെന്തോളും. പിന്നെ ഇത് വറ്റലാക്കി എടുക്കാനുള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് വേവുന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് അപ്പോൾ നമ്മൾക്ക് ബാക്കി വെണ്ടയ്ക്ക ഉപ്പേരിക്കുള്ള വെണ്ടയ്ക്കയും കൂടെ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെണ്ടയ്ക്ക എന്ന് പറയുമ്പോൾ വെണ്ടയ്ക്കയാണ് നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഇട്ട കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ളൊരു വെണ്ടയ്ക്കയാണ്. ഞങ്ങൾക്ക് അമ്മ കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്കൂളിലോട്ട് തൈരും അതുപോലെ തന്നെ ഈ വെണ്ടയ്ക്ക വറുത്തതും കൂടെ ഇട്ട് ആക്കിത്തരും. അനിയനൊക്കെ അന്ന് അത് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അത്ര താല്പര്യമില്ലെങ്കിലും പക്ഷേ ഇഷ്ടമാണ്. നല്ല വറുത്തതാകുമ്പോൾ എല്ലാവരും നന്നായിട്ട് കഴിച്ചോളും. അത് സിമ്പിളായിട്ടുള്ളതാണ്. അതിൻ്റെ റെസിപ്പി കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഇവിടെ തന്നെ. അപ്പോൾ അപ്പോഴത്തേക്കും വെണ്ടയ്ക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ കൊത്തവരയ്ക്കും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണേ നന്നായിട്ട്. അപ്പോഴത്തേക്കും അവിടെ ചോറും ഏകദേശം വേവാറായിട്ടുണ്ട്. മട്ടേരി ആയതുകൊണ്ട് ഒരിച്ചിരി ടൈം എടുക്കും അത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇനി ഇത് ഊറ്റിയെടുക്കാം. ഈ ഒരു കൊത്തവരക്കയുടെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇത് മാത്രം എടുത്ത് ഉണക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇത് ഉണക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വറ്റൽ റെഡി ആയിട്ടുണ്ടാവും. ഞാനൊരു പ്ലേറ്റിൽ എടുത്തിട്ട് നമ്മൾ വെളിയിൽ വെക്കുകയാണ്. വെളിയിൽ പക്ഷെ അത്ര വെയിലൊന്നുമില്ലേ. ഞാനിനി ഇത് ഉണങ്ങിയതിന് ശേഷം പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഉണക്കാൻ വെച്ചതേ ഉള്ളൂ, ഉണങ്ങിയിട്ടില്ല. ഇതിപ്പം ഉച്ച ആയപ്പോഴത്തേക്കും വെയിൽ വന്നായിരുന്നേ. വെയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം വെയിലുണ്ടായിരുന്നുള്ളൂ, പക്ഷെ തണുപ്പും ഉണ്ട്. തണുപ്പോട് കൂടിയിട്ടുള്ളൊരു വെയിലാണ് ഉണ്ടായിരുന്നത്. ശരിക്കും തണുപ്പോട് കൂടിയിട്ടുള്ള വെയിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. നല്ല വെയിലായിരിക്കും, എങ്കിലും നല്ല തണുപ്പായിരിക്കും നമ്മൾക്ക് തോന്നുക. വെയിലത്ത് നിന്നൊരു ഫീലേ ഉണ്ടാവില്ല.
ഇതൊക്കെ ശരിക്കും നല്ല ചൂടുള്ളപ്പോൾ ഉണ്ടാക്കേണ്ടതായിരുന്നു, പക്ഷെ ആ സമയത്തൊന്നും കിട്ടിയില്ല. അപ്പം ഇതിത്തിരി ഇങ്ങനെ കൂടുതൽ കിട്ടിയപ്പം ഓർത്തു എന്തായാലും ഇപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പണ്ട് ഇത് മാത്രമല്ല, മറ്റേ കൈപ്പക്കയുടെ ഒക്കെ ഉണ്ടാക്കുമല്ലോ, കൈപ്പക്കയുടെ കൊണ്ടാട്ടം. അയ്യോ, അതൊക്കെ ഒത്തിരി കിട്ടും വീട്ടിലെ. അപ്പം അതുകൊണ്ട് അതൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാവരും മിക്കവരും ഉണ്ടാക്കും. പാലക്കാടുള്ള എല്ലാവരും ഉണ്ടാക്കാറുള്ള സംഭവമായിരിക്കും. ഇനി വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ മറ്റേ ഉള്ളിയൊക്കെ മൂപ്പിച്ച് അതിനുശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒരു പൊടിയൊന്നും ഇടുന്നില്ല. അതിനുശേഷം വെണ്ടയ്ക്ക ഇട്ട് നന്നായി മിക്സ് ചെയ്യുക, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഞാൻ മറ്റേ വീഡിയോ ചെയ്തിരിക്കുന്നത് ഫ്രൈ ആണ്, ഈ ഒരു രീതിയിലല്ല. നമ്മൾ സിമ്പിളായിട്ടുള്ള ഫ്രൈ ആയിട്ട് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക, ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട. ഇച്ചിരി വെന്ത് കഴിയുമ്പോൾ നമ്മൾ തേങ്ങയും കൂടെ ഇടുന്നുണ്ട്. ഇതിപ്പം തോരനും അല്ല മെഴുക്കുവരട്ടി അല്ലാത്ത രീതിയിലുള്ളൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം തേങ്ങയും കൂടെ ഇടുന്നുണ്ട്. അത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവേ. അപ്പോൾ അങ്ങനെ തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളത് വേവുന്നവരെ വയ്ക്കുക ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ശേഷം മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ചട്ടി എടുത്തു. ഇനിയിപ്പം ഈ ഒരു ചട്ടിയിൽ അവസാനത്തെ പച്ചക്കറിയായിരുന്നു അന്നത്തെ ആ വാഴയ്ക്ക. ഇനിയിപ്പോൾ മീൻകറി വെച്ചല്ലോ, അതിന് ശേഷം ഇനിയിപ്പോൾ പച്ചക്കറികളൊന്നും ഈ ഒരു പാത്രത്തിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ മീൻകറിക്ക് വേണ്ടിയിട്ട് ഇനി ഈ ഒരു ചട്ടി മാറ്റി വയ്ക്കുകയാണ്. പക്ഷെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, മൺചട്ടി. അപ്പോൾ അതും കൂടെ ഇനി ഒന്ന് മയക്കെടുത്തിട്ട് ഇനി അതിലോട്ട് കറികളൊക്കെ വയ്ക്കുമ്പം അതിൽ ചെയ്യാം. അപ്പം ഞാനിതിലൊന്ന് നല്ലെണ്ണയാണ് ഒഴിച്ചത്. കാരണം ഞാൻ തമിഴ്നാട് രീതിയിലുള്ള ഒരു മീൻകറിയാണ് വയ്ക്കുന്നത്. കാരണം ഏട്ടൻ മാത്രമല്ലേ മീൻകറി കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഏട്ടന് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടുത്തെ കേരളത്തിലുള്ള ടൈപ്പ് ഓഫ് മീൻകറി ഇഷ്ടമാണ്. എന്നാലും കുറേ നാളായി മീൻകറി വെച്ചിട്ട്. ഇപ്പം കൊറോണയ്ക്ക് അതിന് ശേഷം ഇതുവരെ മീൻകറിയൊന്നും വെച്ചിട്ടേ ഇല്ല. അപ്പോൾ ഓർത്തു അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമ്മൾ ചെന്നൈയിൽ അവിടെ അമ്മയും അനിയത്തിയൊക്കെ ഈ ഒരു രീതിയിലൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ അതിലോട്ട് ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും പിന്നെ സവാളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. എണ്ണയിലോട്ട് കടുകും ഉലുവയും കൂടെ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പം നമ്മുടെ കേരളത്തിലെ ഒരു ടേസ്റ്റ് വരും, നല്ലെണ്ണ ആകുമ്പം തമിഴ്നാട്ടിലൊരു ടേസ്റ്റ് വരും, അത്രയും അങ്ങനെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതാണ് മീൻ, സാൽമൺ മീനാണ് ഇവിടെ ഇതേ മെയിനായിട്ട് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മീൻ എന്ന് പറയുമ്പം ഈ ഒരു മീനാണ് കിട്ടുക. മറ്റേതൊക്കെ ഫ്രോസൺ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെ അത് വാങ്ങിക്കാറില്ല, ഈ ഒരു ടൈപ്പ് മീൻ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ഇതിന് എങ്ങനെ മലയാളത്തിൽ എന്തോ പറയുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഈ സാൽമൺ ആണ് ഇതിൻ്റെ പേരെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് അറിയുന്നതാണ്, അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ എന്താ പേരെന്ന്. അപ്പോൾ ഇതാണ് പക്ഷെ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ അതിലോട്ട് ഇനി പച്ചമുളക് ചേർത്ത് അതിന് ശേഷം ഒന്ന് വഴറ്റിയിട്ട് പിന്നെ പൊടികളൊക്കെ ചേർക്കുകയാണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടികളേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ തക്കാളി ചേർക്കേണ്ടത്. അപ്പം തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കുടംപുളിയല്ല, നമ്മുടെ സാധാരണ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് പുളിവെള്ളം ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ചേർക്കണം. ആദ്യം ഒന്ന് ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കുക. നമുക്ക് എത്രയാണ് വെള്ളം വേണ്ടത് അത് ചേർക്കുക. അതേപോലെ തന്നെ ഉപ്പും ചേർക്കുക. ഉപ്പെല്ലാം ഇപ്പം തന്നെ ചേർത്ത് കറക്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ ഉപ്പിട്ട് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിന് ശേഷം മീനിടുന്നത്. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരുപാട് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും ഒരുവിധം ചോറിന് ഒഴിച്ച് കഴിക്കാനാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം വയ്ക്കുക. അപ്പം എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും തണുക്കുമ്പോഴത്തേക്കും വറ്റും. ചൂടോടെ കഴിക്കുമ്പോഴാണ് കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നത്. അപ്പം മീൻ ഇട്ടുന്നത് ഏട്ടനാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. അതിനുശേഷം ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ്. ഇളക്കി കഴിഞ്ഞാൽ ഇതെന്തായാലും പൊടിഞ്ഞു പോകും. കാരണം ഈ സാൽമൺ മീൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റാണ്. പോരാത്തത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വെന്തും കിട്ടും. 1 മിനിറ്റും കൂടെ വേണ്ട ശരിക്കും അത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മീൻകറി റെഡിയായി വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം വെണ്ടയ്ക്കയും തോരനും ഒക്കെ കൂടെ ഇട്ടാണ് ഏട്ടൻ കഴിച്ചത്. എനിക്ക് തൈരും അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ ഉപ്പേരി ഉണ്ടല്ലോ അതായിരുന്നേ.
അപ്പോൾ ഉച്ചയൂണെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്ക് കപ്പ ഉണ്ടാക്കാൻ വിചാരിച്ചു. കാരണം മീൻകറി ഉള്ളതുകൊണ്ട് തന്നെ കപ്പ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നതാണ് മീൻകറിയും കപ്പയും കൂടെ കഴിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം മുറിച്ചെടുക്കുകയാണ്, തൊലിയെല്ലാം കളഞ്ഞിട്ട്. ഇവിടെ കപ്പയും അതുപോലെ എല്ലാ കടകളിലും കിട്ടുന്നതാണ്. ഇതിപ്പം വാങ്ങിയിട്ടൊരു 2-3 ദിവസം ആയിട്ടുണ്ട്. ഒരു ഇച്ചിരി കപ്പയിലൊരു ഇങ്ങനെ വരയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ളൊന്നും കുഴപ്പമില്ലായിരുന്നു. ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിയുമ്പോൾ അത്ര അങ്ങനെ കുഴപ്പമുണ്ടാവില്ല. ഇനി ഇത് നന്നായിട്ട് കഴുകുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം മാത്രം കഴുകിയാൽ മതി കപ്പ. അപ്പോൾ അതിൻ്റെ ആ വെള്ളം അതിനകത്തുള്ളതൊക്കെ പോവും. അപ്പോൾ അത് നന്നായി കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കാൻ വയ്ക്കുന്നത്. അപ്പം തുറന്ന് തന്നെ വെച്ച് കപ്പ വേവിക്കണം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കാരണം കുക്കറിലൊന്നും വെച്ച് അങ്ങനെ അടച്ച് വെച്ച് വേവിക്കരുത്. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ച് കളയും വേണം. ആ ഒരു വെള്ളത്തിൽ അങ്ങനെ കുക്കറിലിരുന്ന് കഴിയുമ്പം കപ്പയിൽ ഓൾറെഡി ഒരു വിഷാംശം ഉണ്ടെന്നാണല്ലോ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം എന്തായാലും ഒഴിച്ച് കളഞ്ഞിട്ട് വേണം പിന്നെ കപ്പ എടുക്കാനേ. അപ്പം കപ്പ ഞാനൊന്ന് ചതച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, കടുക്, അതുപോലെ കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ട് ഇടുന്നത്, പച്ചമുളക് ചതച്ചതും ഇട്ടിട്ടുണ്ട്, ഒരിച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ആ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. പിന്നെ കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കട്ടൻ കാപ്പിയുടെ കൂടെയാണ് കഴിക്കാം. അപ്പോൾ ഏട്ടന് മീൻ കറിയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. വിക്കിയും കുറച്ച് കഴിച്ചായിരുന്നു മീൻ കൂട്ടിയിട്ട്. പക്ഷെ അവന് മീനിൻ്റെ കൂടെ അങ്ങനെ അത്ര കഴിക്കാൻ താല്പര്യമില്ല. എന്നാലും കുറച്ച് കഴിച്ചെന്നേ ഉള്ളൂ, കൊടുത്തപ്പോൾ അങ്ങനെ കഴിച്ചു. അപ്പോൾ അങ്ങനെ കട്ടൻ കാപ്പിയും കപ്പയും എല്ലാം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും. ഇത് ഞാൻ പിന്നെ നമ്മുടെ വീട് അവിടെ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്ന് പുതിയത് കെട്ടാൻ പോവാം. അപ്പോൾ അതിൻ്റെ പ്രോഗ്രസ്സൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരാം. അപ്പം ഇവിടെ ഇപ്പം ബേസ് എനിക്ക് ഒന്ന് കല്ല് വെച്ച്, സിമെൻറ്റിൻ്റെ കല്ല് വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി മുകളിലോട്ട് അങ്ങ് മരമൊക്കെ ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഇങ്ങനെ ഓരോന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ പൊരി ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതിൻ്റെ പരീക്ഷണങ്ങളിലൊക്കെയാണ്. എത്ര ട്രൈ ചെയ്തിട്ടൊന്നും പൊരി വരുന്നില്ല. നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ഉപ്പിട്ടിട്ടും എണ്ണ ഇട്ടിട്ടും എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് അരി എന്തോ സ്പെഷ്യലായിട്ട് വേണമായിരിക്കും. ഇപ്പം എനിക്ക് ഇവിടെ കിട്ടാവുന്ന അരിയെല്ലാം വെച്ചിട്ടാണ് ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു കോലത്തിലായി കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും പരീക്ഷിച്ച് നോക്കിയിട്ട് നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ ഇടാം. അപ്പം അത് ഞാനൊന്ന് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. കാരണം ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഡോണ അതുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തി കേട്ടോ. അത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ട്രൈ ചെയ്ത് ശരിക്കും നല്ലൊരു റിസൾട്ട് വന്നാൽ മാത്രമേ നമ്മൾക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ അങ്ങ് തട്ടിക്കൂട്ടി ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത്. വ്ളോഗല്ല, അതൊരു കുക്കിംഗ് ഊണാണ് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാക്കിയുള്ളതും കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്ക് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.